രണ്ട് കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുക. പുതിയൊരു നിയമം ഞാൻ ചെയ്യുന്നു, എ ന്യൂ കവനന്റ്. കല്ലിൽ കൊത്തിയ പ്രമാണം മാറ്റി ഹൃദയമെന്ന മാംസപ്പലകയിൽ എഴുതുന്നു. അതാണ് ക്രിസ്തുവിൻ്റെ പ്രമാണം. അവിടെ ആടുകളുടെയും കാളക്കൊറ്റന്മാരുടെയും രക്തത്തിലൂടി സ്വത്രം ആ പ്രമാണം സ്ഥാപിക്കപ്പെടുമ്പോൾ, ശുദ്ധീകരണ മേഖലകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ, ശുദ്ധീകരണ അവസ്ഥകൾ സ്ഥാപിക്കപ്പെടുമ്പോൾ, ഇവിടെ ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള ശുദ്ധീകരണവും യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒരു പുതിയ നിയമവും കർത്താവ് നമുക്ക് തരികയാണ്. എത്ര പേരിത് മനസ്സിലാക്കുന്നു? ഈ യാഥാർത്ഥ്യം എത്ര പേര് മനസ്സിലാക്കുന്നു? നമുക്ക് മത്തായിയുടെ സുവിശേഷം എടുക്കാം. അതിൻ്റെ 26-ാം അധ്യായത്തിൻ്റെ 28-ാമത്തെ വാക്യം വായിക്കും. മത്തായി 26-ന്റെ 28. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിൻ്റെ മതി. കർത്താവിൻ്റെ രക്തം ചൊരിഞ്ഞത് പുതിയ നിയമം സ്ഥാപിക്കപ്പെടാനാണ്, പഴയ നിയമം കൊണ്ട് നടക്കാനല്ല. പുസ്തകം പിടിച്ചു നടക്കുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. പഴയ നിയമ വ്യവസ്ഥിതിയിൽ ജീവിക്കാനല്ല കർത്താവ് രക്തം ചിന്തിയത്. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന എൻ്റെ പുതിയ നിയമത്തിലുള്ള എൻ്റെ രക്തം. പാപമോചനം. പഴയ നിയമത്തിൽ പാപം മോചനമില്ല. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. പാപം മറച്ചു വയ്ക്കുക ചെയ്തത്. പുതിയ നിയമത്തിൽ പാപം മോചിക്കപ്പെടുന്നു. മർക്കോസ് 2:5 മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. 2:10 മനുഷ്യപുത്രന്റെ പാപങ്ങളെ മോചിപ്പാൻ അധികാരമുണ്ട്. പഴയ നിയമത്തിൽ പാപമോചനമില്ല. പാപത്തിന് താൽക്കാലിക പരിഹാരം. യഹൂദൻ അറുത്തുകൂട്ടിയ കോടാനുകോടി യാഗമൃഗങ്ങൾ ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവ കുഞ്ഞാടായി വന്ന് ഭൂമിയിൽ അറുക്കപ്പെടുന്നതിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ അറുക്കപ്പെട്ട് കഴിയുമ്പോൾ പാപത്തിന് മോചനം കിട്ടും. അവിടെ കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ കഴിയില്ലെന്ന് എബ്രായലേഖനം പറയുന്നു. ക്രിസ്തുവിന്റെ രക്തത്തിന് പാപങ്ങളെ മോചിക്കാൻ കഴിയും. പാപമോചനം യേശു ക്രിസ്തുവിലാണ്. സത്യവേദ പുസ്തകത്തിലെ ഏറ്റവും പ്രധാന ഉപദേശം പാപമോചനമാണ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. ദൈവത്തിൻ്റെ സനാതന പ്രമാണമാണ്. അങ്ങനെ പാപം ചെയ്ത ആദാമ സന്തതികൾ മുഴുവൻ മരിച്ചു. എന്നാൽ യേശുവിൻ്റെ പാപത്തിലൂടെ മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് ഒരു ദൈവപൈതൽ വിശ്വസിക്കുമ്പോൾ അവന് പാപമോചനം കിട്ടുക, പാപപരിഹാരം അവനുണ്ടാകുക. എബ്രായലേഖനത്തിലെ ഒരു വാക്യം ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കാം. പാപമോചനം നമുക്ക് വന്നു എന്നുള്ളത് എബ്രായലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്കിത് കാണാൻ കഴിയും. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട്, പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കും. ഇവിടെ തന്നെ പ്രമാണം പുതിയ നിയമമാണെന്ന് നല്ല വ്യക്തമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് യുഗങ്ങൾ 9 യുഗങ്ങളിൽ ദൈവം ഓരോ യുഗങ്ങളിലും ഓരോരുത്തരോട് അരുളി ചെയ്തു. ഓരോ അരുളപ്പാടുകൾ കൊടുത്ത് മോശയുടെ പ്രമാണം മോശ മുഖാന്തരം ഇസ്രായേൽ മക്കൾക്ക് കിട്ടി. അതാണ് ന്യായപ്രമാണ കാലഘട്ടത്തിലെ പ്രമാണം. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. യോഹന്നാൻ സ്നാപകൻ വഴികാട്ടിയായി വന്നു. അങ്ങനെ വഴികാട്ടിയായി വന്നു ക്രിസ്തു അവതരിച്ചു. ക്രിസ്തു ഭൂമിയിൽ പിറന്നു വീണു. ആ ക്രിസ്തുവിൻ്റെ പ്രമാണം അനുസരിക്കുന്നവർക്കാണ് പുതിയ നിയമ വ്യവസ്ഥിതിയിൽ നിലനിൽക്കാൻ കഴിയുക. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പാണ് നമുക്ക് ലഭിച്ചത്. യേശു ക്രിസ്തുവിലൂടെ നമ്മളെ വീണ്ടെടുത്തു, നമ്മളെ ദത്തെടുത്തു, നമ്മളെ മക്കളും അവകാശികളുമാക്കി മാറ്റി. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ നിയമം ഇതാകുന്നു എന്ന് മത്തായി പറയുന്നു. എബ്രായറിൽ അവനെ താൻ സകലത്തിനും അവകാശമാക്കി വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നതിനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം
ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടനായ നാമത്തിന് അവകാശിയാകേണ്ടതിന് ഒത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ പാപമോചനം കിട്ടുന്നു. കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിലൂടെ പാപം മറയ്ക്കപ്പെടുന്നു. പെന്തോക്കോസുകാരെ ഇനിയെങ്കിലും ഇതൊന്നും മനസ്സിലാക്കണേ. പഴയ നിയമം പാപം മറച്ചു വയ്ക്കുന്നു, പുതിയ നിയമം പാപം മോചിക്കപ്പെടുന്നു. അത് ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തച്ചൊരിച്ചിലൂടെയാണ് അത് സംഭവിച്ചത്. അതുവരെയും പാപങ്ങൾക്ക് മോചനമില്ല. ടെമ്പററി ലോയായ ന്യായപ്രമാണം കൊടുത്തുകൊണ്ട് അവർ യേശുക്രിസ്തു വരുന്നു 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 എന്ന് കാണിക്കുന്ന, അതിലേക്ക് നിഴലായി നിൽക്കുന്ന ഒരു യാഗമൃഗത്തെ കൊണ്ടുവന്ന് ചെയ്ത പാപത്തിന് ഏറ്റ ന്യായപ്രമാണം അനുശാസിക്കുന്ന ഒരു യാഗമൃഗത്തെ അറുത്ത് താൽക്കാലിക പാപമോചനം, അത് പാപക്ഷമ പ്രാപിക്കുന്നു. പാപമോചനം യേശുക്രിസ്തുവിൻ്റെ പാപത്തിനു വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിയിൽ വീണ്ടും ജനനം നടക്കുന്നത്, പാപമോചനം നടക്കുന്നത്. ഇങ്ങനെയുള്ള വചനത്തിൻ്റെ പഠിപ്പിക്കലൊന്നുമില്ല. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നെങ്കിൽ നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപം ഹൃദയപൂർവ്വം അനുസരിച്ച് പാപത്തിന് സ്വാതന്ത്ര്യം നീതിക്ക് ദാസന്മാരായി. അപ്പോൾ പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഉപദേശമൊന്നും പഠിപ്പിക്കലില്ല. സങ്കീർത്തനം പാടിക്കൊണ്ടിരിക്കുക, പാടി 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 നരകത്തിലേക്ക് പോവുകയല്ല. അതുകൊണ്ടൊരു മടങ്ങിവരവ് ഇന്ന് പിൽക്കാലം ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കൊരിന്ത്യലേഖനത്തിലേക്ക് വരിക. ഹൃദയം എന്ന മാംസപ്പലകയിൽ തന്നെ എഴുതിയത്, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. സ്വയമായിട്ടുള്ള സങ്കല്പനമൊക്കെ അങ്ങോട്ട് നിർത്തിക്കോണം. സ്വന്തം ബുദ്ധിയിൽ ഊരിത്തിരിഞ്ഞു വരുന്നതൊന്നും ആത്മീകമായിരിക്കണമെന്നില്ല, ദൈവികമായിരിക്കണമെന്നില്ല, ദൈവവചന വ്യവസ്ഥപ്രകാരമായിരിക്കണമെന്നില്ല. പോഴൻ ചിന്തകളൊക്കെ പിശാച് കൊണ്ട് നമ്മുടെ തലമണ്ടയിലോട്ട് തരും, ഹൃദയത്തിൽ കൊണ്ട് തരും. ഇതൊക്കെ ദൈവവചനമാകുന്ന ഉരകല്ലിൽ ഉരച്ച് നോക്കിയിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്ന് ചാടും. പലരും അങ്ങനെ ചാടിയിരിക്കുക. പണ്ട് വിദ്യാൻകുട്ടി എന്ന് പറഞ്ഞൊരു ഭക്തനുണ്ടായിരുന്നു. യേശു ക്രിസ്തു വരുന്നു 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 എന്ന് പുള്ളി പ്രസംഗിച്ചു, ഒരു ഡേറ്റും പറഞ്ഞു. അവസാനം കർത്താവ് വന്നില്ലല്ലോ ഉപദേശി എന്ന് പലരും പല ആംഗിളിൽ നിന്ന് ചോദിച്ചപ്പോൾ ഉപദേശി പ്ലേറ്റ് അങ്ങ് തിരിച്ചിട്ടു. കർത്താവ് വന്നു, അത് ഞാൻ തന്നെ. എങ്ങനെയുണ്ട് പ്രിയമുള്ളവരെ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിനൊന്നും ആരും പോകരുത്. സ്വന്തം നിരൂപണങ്ങളൊന്നും നമുക്ക് വേണ്ട, സ്വന്തം കാഴ്ചപ്പാടുകളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് വചനത്തിൻ്റെ വ്യവസ്ഥയാണ്. അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരിക്കുന്ന വചനത്തിൻ്റെ വ്യവസ്ഥ നമ്മളത് അങ്ങനെ തന്നെ സ്വീകരിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ പാളിപ്പോകും, പണി തമ്പുരാൻ പൊളിച്ചു കളയും. ക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അടിസ്ഥാനത്തിന്മേൽ മരം, പുല്ല്, വെള്ളി, പൊന്ന്, വെള്ളി, വൈക്കോൽ എന്നിവ പണിതാൽ അവരവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു. മരം, പുല്ല്, വൈക്കോൽ, വെള്ളി, പൊന്ന്, ഒരു കാര്യം മാത്രമേ അവിടെ പണിയാൻ പറ്റത്തുള്ളൂ. ഏതാ? വിലയേറിയ കല്ല്. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ആ വിലയേറിയ കല്ല് ഏതാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ല്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന് 4 വാക്യം വായിക്കാം. ഇവിടെ പല പ്രാവശ്യം പറഞ്ഞ കാര്യങ്ങളാണെങ്കിലും പിന്നെയും പിന്നെയും ഞാൻ റിപ്പീറ്റ് ചെയ്യുക. ആർക്കൊക്കെ വേണ്ടിയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? വായിച്ചാട്ടെ. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4 വാക്യങ്ങൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വേഗമാട്ടെ. മനുഷ്യൻ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടും. മതി, അതാ പണി. യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കണം. എങ്ങനെ ജീവൻ പ്രാപിക്കുന്നത്? യേശുവിൻ്റെ പാപത്തിലൂടെ മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റു പറയണം. പിതാവിൻ്റെ പുത്രനും പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടണം. വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ജഡമോഹം, കൺമോഹം, ജീവിതത്തിലെ പ്രതാപങ്ങളെല്ലാം വിടണം. ലോകത്തിൻ്റെ എല്ലാ വഴികളും വിടണം.
ഇന്ന് കാണുന്ന പെന്തക്കോസ്തുമാരുടെ ദുരുപദേശങ്ങളെല്ലാം വിടണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പഥ്യവനും ഭക്തിക്വത്തും ഉപദേശത്തിന് വിരുദ്ധമായിട്ടെല്ലാം വിടണം, ഉപേക്ഷിക്കണം. കർത്താവും അപ്പോസ്തലന്മാരും പഠിപ്പിച്ച ഉപദേശത്തിലേക്ക് വരണം. സഭ വ്യക്തികൾ വരണം, അല്ലാതെ രക്ഷയില്ല. ലൊട്ടിലൊടുക്ക പരിപാടി കൊണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ദൈവമക്കളെ നന്നായിട്ട് മനസ്സിലാക്കിക്കൊള്ളണേ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചത്, ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. 21 വാക്യം വായിക്കാം. റോമർ 1:21. എന്താ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഈ വാക്യവുമായിട്ട് ഒരു കണക്ട് ചെയ്തൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്, അതുകൊണ്ട് അങ്ങനെ വായിക്കുന്നത്. 1:21. ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 1:21. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. തങ്ങളുടെ നിരൂപണങ്ങളിൽ, സെൽഫ് ഇമാജിനേഷൻ, തങ്ങളുടെ കാഴ്ചപ്പാട്, തങ്ങൾക്ക് തോന്നിയതുപോലെ, ബോധിച്ചതുപോലെ സാത്താൻ ഹൃദയത്തിലൊരു ചിന്ത കൊണ്ടുവരും. അതൊന്നും എടുത്ത് അതിനനുസരിച്ച് മുമ്പോട്ട് പോകരുത്. ദൈവവചനമാകുന്ന ഉരകല്ലിൽ ഉരച്ചു നോക്കണം. ഉപദേശവുമായിട്ട് അതൊന്ന് തട്ടിച്ചു നോക്കണം. എന്നിട്ട് വചനത്തിൻ്റെ ഉപദേശം അതാണെങ്കിൽ അത് ചെയ്യുക, ഇല്ലെങ്കിൽ അത് കളഞ്ഞേക്കുക. അവരവർക്ക് തോന്നിയ പോലെ പോയിക്കൊണ്ടിരിക്കുക. ഉൽപ്പത്തി ദിവസം 6-ാം അധ്യായത്തിൽ തങ്ങൾക്ക് ബോധിച്ചതുപോലെ നടന്നു ലോകയുടെ കാലഘട്ടത്തെ ജനം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? 120 സംവത്സരമാക്കി മനുഷ്യൻ്റെ ആയുസ് കുറച്ചു. എവിടെ നിന്ന്? 969 എന്നുള്ള മെഥൂശലേഖിൻ്റെ അദീർഘമായ ആയുസ്സിനെ വെട്ടിക്കുറച്ച് 120 ആക്കി. ഇപ്പോൾ അത് 70-ഓ 80-ലോ നിൽക്കുക. ഇപ്പോൾ അത് 50-ൽ വന്ന് നിൽക്കുക. യൂത്ത്സൊക്കെ 50 ആകുമ്പോൾ ചത്തൊടുങ്ങുമെന്നാണ് ആരോഗ്യവകുപ്പ് പറയണത്. കുടിക്കുന്ന വെള്ളം വിഷം, കഴിക്കുന്ന ആഹാരം വിഷം, വലിച്ചു കെട്ടുന്ന വായു വിഷം. പിന്നെന്താ ഉള്ളത്? ശരിയല്ലേ? വിഷമടിക്കത്ത ആഹാരം ആരെങ്കിലും ഭക്ഷിക്കുന്നുണ്ടോ ഇവിടെ? നമ്മളൊക്കെ നശിച്ചു പോകാതെ മരിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെന്ന് ഞാൻ ചിന്തിക്കുക. അല്ല എന്ത് പറയാനാ? അപ്പം സ്വയമായിട്ട് ആരും സങ്കല്പം ചെയ്യരുത്. സ്വന്തമായിട്ട് ആരും ഉപദേശമൊന്നും ഇറക്കരുത്. സ്വന്തം കാഴ്ചപ്പാടുകൾ, സ്വന്തം ദർശനങ്ങൾ, സ്വന്തം വെളിപ്പാടുകൾ നമുക്ക് വേണ്ട. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥയാണ് നമുക്ക് വേണ്ടുന്നത്. അതല്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും, ശാപഗ്രസ്തമാകും, ശപിക്കപ്പെട്ടവരുടെ ലിസ്റ്റിപ്പെടും. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിരുദ്ധമായി ഞങ്ങളാകട്ടെ സ്വർഗത്തിന് ദൂതനാകട്ടെ നിങ്ങൾ സുവിശേഷം അറിയിച്ചാൽ ശപിക്കപ്പെട്ടവരായി പോകും നമ്മൾ. പിന്നെ കിടന്ന് കയ്യും കാലും അടിച്ചിട്ട് കഥയില്ല. ഞാനതുകൊണ്ടാണ് എൻ്റെ സഹോദരന്മാരോടൊക്കെ കർക്കശമായ പല കാര്യങ്ങൾ പറയുന്നത്. അവർക്കത് ഇഷ്ടപ്പെടത്തില്ല, ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഹല്ലേലൂയ. ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ട്രെയിനിന് പോകണം. വെളുപ്പിന് 5 മണിക്ക് സൗത്തിൽ നിന്ന് ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നു. 5-10 മിനിറ്റിലോ 15 മിനിറ്റ് മുമ്പ് നമ്മളവിടെ ചെല്ലുമോ ഇല്ലയോ? ചെന്നിരിക്കും. 5 കഴിഞ്ഞാൽ ട്രെയിൻ ഇഴഞ്ഞങ്ങ് നീങ്ങും, സ്പീഡാവും. എന്ത് ത്യാഗം സഹിച്ച് നമ്മളവിടെ ചെന്നിരിക്കും. ആത്മീയ കൂട്ടായ്മയ്ക്കോ ചാപ്പാടിക്കാൻ കയറി വരുന്ന ഭക്തന്മാരുണ്ട്. ചാപ്പാടുള്ള മീറ്റിങ്ങുകളിൽ ഫുഡ് അടിക്കാൻ നേരം ആകുമ്പോൾ പാത്രവും കഴുകി വരും. അതുവരെ ഇവിടെ പോയി, ഇവരെ എങ്ങാണ്ടുമൊക്കെ പോയി. എനിക്ക് എത്രയോ പേരെ അറിയാം. എന്താ ഇതിൻ്റെ ആത്മീയ എരിവില്ല, ഉത്സാഹമില്ല. വീണ്ടും ജനനം അവർ നടന്നെങ്കിലും അതെല്ലാം കുളമാക്കി, അതൊക്കെ നശിപ്പിച്ച് കളഞ്ഞു. ആത്മീയമായി ഒരു രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും രക്ഷ നഷ്ടപ്പെടുത്തി ആത്മീയ കുരുടന്മാരായി, ആത്മീയ ദരിദ്രന്മാരായി, ആത്മീയ നഗ്നന്മാരായി. അതാണ് ലവോദിക്ക. ആ ലവോദിക്കയിലേക്ക് മടങ്ങി വരണം. സമ്പന്നനാങ്ങളിൽ തീയിൽ ഉദിക്കടിച്ച പൊന്ന് പ്രമാണം, അപ്പോസ്തല ഉപദേശം, ഞങ്ങളുടെ രജ വെളിവാകണം. വെള്ളവസ്ത്രം, രക്ഷാവസ്ത്രം, നീതി വസ്ത്രം നഷ്ടപ്പെടുത്തി കറ പിടിച്ച തുണി പോലെയായി. കർത്താവിൻ്റെ സന്നിധി തിരിച്ച് പ്രാപിക്കണം. കണ്ണിലിരുന്ന ലേപം, പരിശുദ്ധാത്മയുടെ കാഴ്ചപ്പാട് പോയി. മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു വലിയ മടങ്ങിവരവ് നമുക്ക് ആവശ്യം. ഇവിടെ പറയുന്നു, ഞങ്ങളിൽ നിന്ന് തന്നെ വരും പോലെ സ്വയമായി വല്ലതും സങ്കല്പിപ്പാൻ ഞങ്ങൾ പ്രാപ്തരെന്നല്ല,
ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിൻ്റെ ദാനമത്രേ. അതെന്താ? പരിശുദ്ധാത്മാവിനെ ദാനമായി കൊടുത്തു കഴിഞ്ഞപ്പോൾ, ആ പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളൊക്കെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ, കർത്താവിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ആ പരിശുദ്ധാത്മാവിലാണ് ശുശ്രൂഷ, ആത്മാവിലാണ് പ്രസംഗം, ആത്മാവിലാണ് പ്രാർത്ഥന, ആത്മനിറവും ജീവിതമാണ് അവർ നയിക്കുന്നത്. ഇതാണ് ഒരു ആത്മീകന്റെ ലക്ഷണം. അല്ലാത്തതൊക്കെ ജഡീകമാണ്. ഇനി 6-ാം വാക്യം വായിക്കാം. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിന്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷന്മാരത്രേ. അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ ശുശ്രൂഷന്മാരാകാൻ പ്രാപ്തരാക്കി. KJV ട്രാൻസ്ലേഷനിൽ അവൻ ഞങ്ങളെ പുതു നിയമത്തിന്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാരാക്കി. ഇന്നലെ ഞാൻ തലവിലപ്പുറമ്പിലെ ക്ലാസ്സിലും അത് പറഞ്ഞെന്ന് എൻ്റെ ഓർമ്മ. അവൻ ഞങ്ങളെ പ്രാപ്തന്മാരായ ശുശ്രൂഷന്മാരാക്കി. മനസ്സിലായില്ലേ? ഏബിൾ മിനിസ്റ്റേഴ്സ് ആക്കി. കർത്താവ് അപ്പോസ്തലന്മാരെ പുതു നിയമത്തിലെ ശുശ്രൂഷന്മാരാക്കി. ഇന്നത്തെ പാസ്റ്റർമാര് പഴയ നിയമത്തിലെ ശുശ്രൂഷന്മാരാണ്. അവർക്ക് പഴയ നിയമം വിട്ടൊരു പരിപാടിയില്ല. പ്രവൃത്തി പുസ്തകത്തിൽ ഇങ്ങനെ കാണുന്നു, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാണ്. ന്യായപ്രമാണത്തിൽ അവരെ കെട്ടിയിട്ടിരിക്കുക. അതാണ് കാര്യം. ആ കെട്ടുപൊട്ടിച്ച് ക്രിസ്തുവിൻ്റെ പ്രമാണത്തിലേക്ക് വരിക. അതിനാണ് ഈ നമ്മുടെ പ്രസംഗം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഞങ്ങളെ പുതുനിയമത്തിലെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാരത്രേ. അക്ഷരം ഏതാ? കല്ലിൽ കൊത്തിയിരുന്നത്. ആത്മാവിൻ്റെ ശുശ്രൂഷ ഏതാ? ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. യോഹന്നാൻ 6:63. ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ, കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാർ, മോശയുടെ വചനത്തിൻ്റെ ശുശ്രൂഷകന്മാരല്ല. ഇത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കണേ പെന്തക്കോസുകാരെ. ഇതൊന്നും ഇത്ര ലളിതമായിട്ട് പറഞ്ഞു തരാൻ അധികം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. വളരെ കുറച്ച് പേരേ ഉള്ളൂ ഇന്ന്. കണ്ട ചപ്പും ചവറും ജനത്തെ തീറ്റിച്ചുകൊണ്ടിരിക്കുക. അതിന് മാത്രം ആത്മീക രോഗം പ്രാപിച്ച് ICU കിടക്കുക എന്ന് വിശ്വാസികൾ നല്ലൊരു പങ്കും ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുക. എന്നാൽ അവരുടെ ഇടയിൽ പുതിയ നിയമത്തിൻ്റെ കറതീർന്ന ഉപദേശം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളെ പുതു നിയമത്തിൻ്റെ പ്രാപ്തന്മാരായ ശുശ്രൂഷകന്മാരാക്കി. അക്ഷരത്തിൻ്റെ ശുശ്രൂഷന്മാരല്ല, ആത്മാവിൻ്റെ ശുശ്രൂഷകന്മാർ. അക്ഷരം കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. 7-ാം വാക്യം വായിച്ചാട്ടെ. ആ, സ്വത്രം 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 സ്വത്രം. ആ, ശ്രദ്ധിച്ചു കേൾക്കണേ ഈ വാക്യം. എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയിരുന്ന മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖദേശ നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് കാണാതെ വണ്ണം, ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൂടാതെ വണ്ണം തേജസ്സുള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ തേജസ്സുണ്ട്, ഓക്കെ. ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ്സുള്ളതായിരിക്കും. അടുത്ത് ശിക്ഷാവിധിയുടെ ശുശ്രൂഷ, ശിക്ഷാവിധിയുടെ ശുശ്രൂഷ തേജസ്സാകുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ്സേറിയതായിരിക്കും. അതേ തേജസ്സോടുകൂടിയാണ് ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിഷം ഒട്ടും തേജസ്സില്ലാത്തതാണ്. പഴയ നിയമം മതി. പഴയ നിയമം തേജസ്സുണ്ടായിരുന്നു. എന്നാൽ ഈ പുതിയ നിയമം തേജസ്സേറിയ ശുശ്രൂഷയായി വന്നപ്പോൾ മറ്റതൊട്ടും തേജസ്സില്ലാത്തതായി. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു റൂമിനുള്ളിൽ സന്ധ്യയാണെന്ന് വെച്ചു, രാത്രി ഒരു ഹോളിൽ ഒരു 10-100 പേരിരിക്കത്തക്ക ഒരു ഹോളിൽ ഒരു 500 വോൾട്ടിൻ്റെ ഒരു 1000 വോൾട്ടിൻ്റെ ബൾബ് കൊണ്ടിട്ട് നല്ല വെളിച്ചം എല്ലാവരും കാണും. ആദ്യം ഇട്ടത്, ഈ ബൾബ് ഇടുന്നതിന് മുമ്പ് ആദ്യം ഇട്ടത് ഏതാ? ഒരു 10 വോൾട്ടോ 12 വോൾട്ടിൻ്റെ ഒരു ബൾബ് കൊണ്ടുവന്നു. അപ്പോൾ വെളിച്ചമുണ്ടായി, അത്യാവശ്യം ചെറിയ വെളിച്ചമുണ്ടായി. എന്നാൽ ഈ 1000 വോൾട്ടിൻ്റെ ബൾബ് വന്നപ്പോൾ എന്ത് പറ്റി? ഈ 12 വോൾട്ടിൻ്റെയോ 20 വോൾട്ടിൻ്റെയോ ബൾബിൻ്റെ പ്രകാശം
കാണാൻ പറ്റാത്ത അവസ്ഥയായി. ആ നിലയിലാണ് ഇത് പഠിക്കേണ്ടത്. അത് തേജസ്സേറിയതായിരുന്നെങ്കിൽ ഇത് അതിതേജസ്സേറിയതായിരിക്കും. അത് ശോഭയുള്ളതെങ്കിൽ ഇത് അതിശോഭയുള്ളതായിരിക്കും. അങ്ങനെ നമ്മൾ വിഷയങ്ങൾ പഠിച്ചെടുക്കണം വചനത്തിലൂടെ. എന്നാൽ കല്ലിൽ അക്ഷരമായി കുത്തിയിരുന്ന മരണശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖതേജസ്നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവൻ്റെ മുഖത്ത് നോക്കിക്കൊള്ളാതുകൊണ്ടും തേജസ് ഉള്ളതായെങ്കിൽ ആത്മാവിൻ്റെ ശുശ്രൂഷ അധികം തേജസ് ഉള്ളതാകില്ലയോ? ശിക്ഷാവിയുടെ ശുശ്രൂഷ തേജസ് ആകുന്നെങ്കിൽ നീതിയുടെ ശുശ്രൂഷ തേജസ് ഏറിയതായിരിക്കും, ഏറിയ തേജസ് ആയിരിക്കും. അതേ തേജസ്സോടുകൂടി ഈ കാര്യത്തിൽ ഈ അതിമഹത്തായ തേജസ് നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ തേജസ്സിൻ്റെ ആധിക്യം കൊണ്ട് മോശയുടെ പ്രമാണത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവം ഒട്ടും കാണാൻ പറ്റാത്ത അവസ്ഥയിലായി. തേജസ് കൂടിയത് കർത്താവിൻ്റെ ശുശ്രൂഷയാണ്. വിലയേറിയ ശുശ്രൂഷ കർത്താവിൻ്റെതാ. മറ്റത് പാപത്തിന് കീഴിൽ അടിച്ചിട്ടിരുന്നു ന്യായപ്രമാണം. ന്യായപ്രമാണം നമുക്ക് ശത്രുത്വമാ. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. ഇല്ലെങ്കിൽ അബദ്ധത്തിൽ ചെന്നയാടും. ഇപ്പൊ തന്നെ അബദ്ധത്തിൽ കിടക്കുക. ഹല്ലേലൂയ. 10-ാം വാക്യം. അതിമഹത്തായ തേജസ് നിമിത്തം ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായിരുന്നെങ്കിൽ, അപ്പൊ നീക്കം വരുന്ന ശുശ്രൂഷ തേജസ് ഉണ്ടായിരുന്നു. നാം നിലനിൽക്കുന്നത് ഏറ്റവും വലിയ തേജസ്സായി. 20 വോൾട്ടിന്റെ ഒരു ബൾബ് ഇട്ടിരുന്ന റൂമില് 1000 വോൾട്ടിന്റെയോ 500 വോൾട്ടിന്റെ ഒരു ബൾബ് കത്തിച്ചു കഴിയുമ്പോൾ മറ്റേ വെളിച്ചം കാണാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും. നല്ല ഹൈ വോൾട്ടുള്ള ബൾബിന്റെ വെളിച്ചമായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മറ്റത് ശോഭ കുറഞ്ഞതായിട്ട് പോകും. അതാണ് ന്യായപ്രമാണം എന്ന് പൗലോസ് ഒരു കമ്പയർ സ്റ്റഡി നടത്തുക. ഇതൊന്നും ഇവിടെ പഠിക്കാൻ ആളില്ല. ഇതൊന്നും പഠിക്കാനും പഠിപ്പിക്കാനും ആളില്ല. എല്ലാവരും അവരവർക്ക് തോന്നിയ പോലെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നോ, ഞാൻ നമ്മോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാന്റെ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുന്ന കർത്താവ് പറഞ്ഞാൽ അതാണ് നമ്മൾ ചെയ്യേണ്ടതല്ല. അപ്പുറം കയറി ചെയ്യരുത്, കുറച്ച് ചെയ്യരുത്, കൂട്ടി ചെയ്യരുത്. കൂട്ടിക്കഴിഞ്ഞാൽ കൂട്ടിയേർത്താൽ മറിച്ച് കളഞ്ഞാൽ എന്ത് പറ്റും? ശിക്ഷാവിധിയിൽ അകപ്പെടും. പിന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ആരും കാണത്തില്ല. നമ്മളായിട്ട് വചനത്തെ കൂട്ടരുത്, മറിച്ച് കളയരുത്. അത് അതിൻ്റെ തനിമയെ തന്നെ പ്രസംഗിക്കണം. പ്രസംഗിക്കാൻ അറിയില്ലെങ്കിൽ പ്രസംഗിക്കാൻ അറിയാവുന്നവരെ കൊണ്ട് പ്രസംഗിപ്പിക്കണം. വഴിയെ പോകുന്നവരെയൊക്കെ വിളിച്ച് പ്രസംഗിക്കാൻ ഏൽപ്പിക്കരുത്. കള്ളപ്രവാചകന്മാരും ദുർവിരക്ഷകന്മാരും ആത്മീയകോളം മേഞ്ഞുകൊണ്ടിരിക്കുക. ആ ചതിയിൽ നിന്ന് നമ്മൾ ചെന്ന് ചാടരുത്. ഹല്ലേലൂയ. 10-ാം വാക്യം. അതേ തേജസ്സോടുകൂടിയ കാര്യത്തിൽ അനുഭവത്തായ തേജസ്നിമിത്തം ഒട്ടും തേജസ്സില്ലാത്തതായി നീക്കം വരുന്നത് തേജസ്സുള്ളതായെങ്കിലും നിലനിൽക്കുന്നത് എത്രയധികം തേജസ്സുള്ളതായിരിക്കും. 2 കൊരിന്ത്യർ 3-ാമത്തെ ശരിക്കും പഠിച്ചാൽ പഴയ നിയമം കൽപ്പലകയിൽ എഴുതി. അത് അക്ഷരത്തിൻ്റെതാണ്, കൊല്ലുന്നതാണ്, അത് മരണശുശ്രൂഷയാണ്, അതിന് തേജസ് ഉണ്ട്. എന്നാൽ പുതിയ നിയമം അതിലും വലിയ തേജസ്സാണ്. ഹല്ലേലൂയ. പഴയ നിയമം നീക്കം വരുന്നതാണ്. 2 കൊരിന്ത്യർ 3:11 3:14 വായിച്ചേ. 2 കൊരിന്ത്യർ 3:14. ആമേൻ. ശ്രദ്ധിക്കണേ ദൈവമക്കളെ, ആഴത്തിലുള്ളൊരു പഠനത്തിലേക്ക് നമ്മൾ വരിക. പഴയ നിയമം പുതിയ നിയമം നമ്മൾ കമ്പയർ സ്റ്റഡിയാ. ഒന്ന് കൊരിന്ത്യർ 15:56 മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തി ന്യായപ്രമാണം. എഫേസ്യർ 2:14 ന്യായപ്രമാണം എന്ന ശത്രുത്വം. ഇതൊക്കെ നമ്മൾ കുറിക്കൊള്ളേണ്ട വാക്യങ്ങളാണ്. ന്യായപ്രമാണം ക്രിസ്തുവിന്റെ ഉപദേശത്തിനെതിരാ. 1 തീമോഥെയോസ് 1:8 വാക്യം വായിച്ചേ. ന്യായപ്രമാണം എന്താണ് അവിടെ പറഞ്ഞത്? ഞാനിപ്പോൾ
ഒത്തിരി പ്രാവശ്യങ്ങൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് കേട്ട് 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 കാര്യങ്ങൾ പഠിക്കാൻ നല്ലതാ. റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് വാക്യമില്ലാഞ്ഞിട്ടല്ല റിപ്പീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഗൗരവം, വിഷയത്തിൻ്റെ ഗൗരവം വരുമ്പോൾ അത് പറയേണ്ടി വരിക. 1 തീമോഥെയോസ് 1:8 മുതൽ ന്യായപ്രമാണമോ നീതിമാനല്ല, അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പുതുഗന്ധാക്കൾ, മാതുഗന്ധാക്കൾ, കൊലപാതകർ, ദുർനടപ്പുകാർ, പുരുഷമിഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഭോഷ്ക് പറയുന്നവർ, കള്ളസത്യം ചെയ്യുന്നവർ എന്നിവക്കാർക്കും പത്യോപദേശത്തിന് വിപരീതമായിട്ടാണ് പുതിയ നിയമം നിലകൊള്ളുന്നത്. അല്ല, പഴയ നിയമം നിലകൊള്ളുന്നത്. സോറി, പത്യോപദേശത്തിന് വിപരീതമായിട്ടാണ് പഴയ നിയമം നിലകൊള്ളുന്നത്. പഴയ നിയമത്തിന് വിരോധമായിട്ടാണ് പുതിയ നിയമം നിൽക്കുന്നത്. പഴയ നിയമം മൊസൈക്കിലോ കൊല്ലുന്നതാണ്, ഇരുട്ടിൻ്റെതാണ്, മരണത്തിൻ്റെതാണ്, ശോഭ കുറഞ്ഞതാണ്. പുതിയ നിയമം നേരെ തിരിച്ചുമാണ്. അങ്ങനെ ഒരു പഠനം നടത്തി. ഞാനൊരു വലിയൊരു സീനിയർ പാസ്റ്ററിൻ്റെ ചർച്ചയിൽ പോയി പ്രസംഗം ചെയ്തപ്പോൾ ഭാര്യയും ഭർത്താവും കൂടി എഴുന്നേറ്റ് നിന്ന്, അയ്യോ ഞങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഇപ്പൊ കേട്ടോളാൻ പറഞ്ഞു. കാരണം ഇത് പഠിപ്പിക്കുന്നില്ല. ലേഖന ഭാഗങ്ങൾ വായിച്ച് പഠിപ്പിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവില്ലെന്ന് കർത്താവ് പറഞ്ഞ ഉപദേശങ്ങൾ പ്രസംഗിച്ച് ശിഷ്യരാക്കിയ വചനങ്ങളൊന്നും ആരും പറയുന്നില്ല. വല്ലതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് പറയണമെന്ന് അറിയാത്തവൻ എന്തും പറയുമെന്ന് അറിഞ്ഞ പോലെ, എന്ത് ചെയ്യണമെന്ന് അറിയാത്തവൻ എന്തും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്രം. ഇത് നന്നായിട്ട് മനസ്സിലാക്കുക. പഴയ നിയമം കൽപ്പലകയിൽ എഴുതി. അത് അക്ഷരത്തിൻ്റെതാണ്, അത് കൊല്ലുന്നതാണ്, ഭരണശുശ്രൂഷയാണ്. അതിന് തേജസ് ഉണ്ട്. പക്ഷെ അതിനേക്കാൾ വലിയ തേജസ്സാണ് പുതിയ നിയമം. ഹല്ലേലൂയ. നീക്കം വരുന്നതാണ് പഴയ നിയമം. ഹൃദയം കഠിനപ്പെടുന്നതാണ് പഴയ നിയമം. 3:14, 2 കൊരിന്ത്യർ 3:14. നീക്കം വരുന്നത് 2 കൊരിന്ത്യർ 3:11, 2 കൊരിന്ത്യർ 3:14, 2 കൊരിന്ത്യർ 3:14. എന്താ? ഹൃദയം കഠിനപ്പെട്ടു പോകുന്നു. പഴയ നിയമം വായിക്കുമ്പോൾ ആ മൂടുപടം നീങ്ങാതെ ഇന്നൊരു ഈ മൂടുപടം, ഹൃദയ കണ്ണുകൾ കുരുടായി പോവുക. പണ്ടൊരു വാസ് പറഞ്ഞു, ഞങ്ങൾ പഴയ നിയമം വായിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ പുതിയ നിയമം വായിക്കും. അത് ബാലിശമായൊരു മറുപടിയായിരിക്കും. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ചിട്ട് ഉടനെ പുതിയ നിയമത്തിലേക്ക് വരുക. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതനോട് ഉപദേശിച്ച് ഓർമ്മ സങ്കീർത്തനം വായിക്കാനല്ല പറഞ്ഞു. ഈ സങ്കീർത്തന വായന സാത്താൻ കൊണ്ടുവന്നൊരു ചരക്കാണിത്. ന്യായപ്രമാണത്തിലെ ഉപദേശങ്ങളൊക്കെ എടുത്ത് വിളമ്പി തമ്മിത്തല്ലും വഴക്കും കോടതിയും കേസുമായി പോയിക്കൊണ്ടിരിക്കുന്ന പരിപാടി. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാതെ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരായിക്കൊള്ളു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചത്. നാദാവും വീകവും എന്തുപോലുള്ള കാരണം എന്താ? തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അന്യാജ്ഞ കൊണ്ടുവന്നു. അതുകൊണ്ട് നമ്മളോട് കൽപ്പിക്കാത്ത പുതിയ നിയമത്തോട് പറയാത്തത് ആരും നമ്മൾ പ്രസംഗിക്കണ്ട. സങ്കീർത്തന ഭാഗവും പഴയ നിയമത്തിലെ എല്ലാ ഭാഗങ്ങളും പ്രസംഗിച്ച് വരുമ്പോൾ ഇടയിൽ കയറി വരും ചില ലിങ്ക് വചനങ്ങളായിട്ട് കയറി വരും. നമ്മൾ പ്രസംഗിക്കും. ഓക്കെ, സഭയെ പഠിപ്പിക്കേണ്ടത് അപ്പോസ്തലന്മാരുടെ ഉപദേശം. യാതൊരു തർക്കവുമില്ല കാര്യത്തിൽ. അത് നന്നായിട്ട് മനസ്സിലാക്കുക. അതാ ഇവിടെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. ഹല്ലേലൂയ. പഴയ നിയമം കൽപ്പലകയിൽ എഴുതി. അത് കൊല്ലുന്ന ശുശ്രൂഷയാണ്, അത് മരണത്തിൻ്റെ ശുശ്രൂഷയാണ്. ഒരല്പം തേജസ്സുണ്ട്. ഹല്ലേലൂയ. അത് നീക്കം വരുന്നതാണ് പഴയ നിയമം. ഹൃദയം കഠിനപ്പെടുന്നതാണ് പഴയ നിയമം. അതല്ല ഇവിടെ എഴുതിയിരിക്കുന്നത്. 12 വായിച്ചേ, 12 വായിച്ചേ. ആ, സംസാരിക്കുന്നു, നീങ്ങിപ്പോകുന്നില്ല. ഇസ്രായേൽ മക്കൾ കാണാതെ വണ്ണം മോശ തന്റെ മുഖത്ത് മൂടുപടം ഇട്ടതുപോലെയല്ല, അവിടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. മോശയുടെ പ്രമാണം വായിക്കുമ്പോൾ ഹൃദയം കഠിനപ്പെടും, ഹൃദയത്തിൽ മൂടുപടം വീഴും. പഴയ നിയമം വായിക്കുമ്പോൾ ആ മൂടുപടം ഇന്നുവരെ നീങ്ങാതെ ഹൃദയത്തിൽ ഇരിക്കുന്നുവല്ലോ.
മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോടെ ഹൃദയത്തിൽ ഇരിക്കും കിടക്കുന്നു. കർത്താവിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീ കർത്താവിൻ്റെ പ്രമാണം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ മൂടുപടം മാറ്റപ്പെടും. മൂടുപടം മാറ്റിയ മുഖത്ത് എന്ത് ചെയ്യണം? എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. അതാ നമുക്ക് ആവശ്യം. ഹല്ലേലൂയ. പഴയ നിയമം എന്താണ്? പുതിയ നിയമം എന്താണ്? പത്യവചനം എന്താണ്? പത്യോപദേശം എന്താണ്? നല്ല ആത്മാവ് ഏതാണ്? അശുദ്ധാത്മാവ് ഏതാണ്? ഇതൊന്നും തിരിച്ചറിയാത്തൊരു വർഗമായി നമ്മൾ തീർന്നിരിക്കുക. സഹോദരങ്ങളെ, അപകടമാണ്. അപകടം മണത്തതുകൊണ്ട് പറയുക. ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നവരായി തീരണം, ആഴത്തിൽ ധ്യാനിക്കുന്നവരായി തീരണം. എനിക്കതൊരു വലിയ അതിശയമായിട്ട് തോന്നുന്നു. ഈ പഴയ നിയമം പുതിയ നിയമം നമ്മൾ കമ്പയർ സ്റ്റഡിക്ക് വേണ്ടി എടുക്കേണ്ടത് 8, 9, 10 എബ്രായ ലേഖനം ശരിക്കും ഒന്ന് വായിച്ച് പഠിച്ചു. ഞാനത് ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പഠിക്കുന്ന ഒരു പഠിതാവാണ് അന്നും ഇന്നും എന്നും. മരിക്കുന്നവരങ്ങനെ തന്നെ. പഠിച്ചൊന്നും കഴിഞ്ഞായിട്ടൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒത്തിരി പഠിക്കാനുണ്ട് ദൈവമക്കളെ, ഒത്തിരി പഠിക്കാനുണ്ട്. അഴവേറിയ ആത്മീയ സത്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാനുണ്ട്. 8, 9, 10 അധ്യായങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ചാൽ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി പൊളിച്ച് പുതിയ നിയമം സ്ഥാപിക്കുന്ന ശക്തമായ പ്രബോധന വാക്യങ്ങൾ പൗലോസ് അവിടെ തരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചേ. എബ്രായ ലേഖനം 8-ന്റെ 7. ഹല്ലേലൂയ, ഹല്ലേലൂയ.